So hello, good morning. So today we are discussing example 810, that is the weather systems. So I have given you some basic ideas about this Coriolis force and the effect of Coriolis force on cyclones, and all these things we have discussed in the last class. Now suppose there is a low pressure region in the atmosphere. At some point there is a low pressure region in the atmosphere. Now so if we draw some curves around this low pressure region in such a way that the points having the same pressure falls on this line. അപ്പോൾ ഇതാണ് അതിൻ്റെ ലോ പ്രഷർ റീജിയൻ്റെ സെൻറ്റർ എങ്കിൽ സെൻറ്ററിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് അകലത്തിലുള്ള നമ്മളൊരു പോയിന്റ് കാണാം. ആ പോയിന്റിൽ പ്രഷർ നോട്ട് ചെയ്യാം. അതേ പ്രഷറിലുള്ള തൊട്ടടുത്ത പോയിന്റുകളുടെ എല്ലാം കൂടി ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. ദാറ്റ് മീൻസ് അറ്റ് ഓൾ ദീസ് പോയിന്റ്സ്, all the points on this line, the pressure is the same. അങ്ങനെയുള്ളൊരു ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു ഐസോബാർ എന്ന് പറയാം. The closed curves in the sketch represent the lines of constant pressure called or isobars. അത് കഴിഞ്ഞിട്ട് വേറൊരു തൊട്ടടുത്ത പോയിന്റിൽ വേറൊരു പ്രഷർ ആയിരിക്കും. അതേ പ്രഷറുള്ള പോയിന്റുകളെല്ലാം കൂടി കളക്ഷൻ എല്ലാം കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അനദർ ഐസോബാർ. സോ ദിസ് ഈസ് അനദർ ഐസോബാർ. അപ്പോൾ ഈ പോയിന്റ് ഞാൻ 1 എന്ന്, ഈ ലൈനിനെ ഞാൻ കർവിനെ 1 എന്ന് വിളിക്കുന്നു, ഈ കർവിനെ 2 എന്ന് വിളിക്കുന്നു, ഈ കർവിനെ 3 എന്ന് വിളിക്കുന്നു വിചാരിക്കാം. 1 എന്ന് പറയുന്ന കർവിൽ എല്ലാ പോയിന്റുകളിലും ഒരു പർട്ടിക്കുലർ പ്രഷർ ഉണ്ട്. അത് P1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ. ദെൻ 2 എന്ന് പറയുന്ന ആ കർവിലുള്ള എല്ലാ പോയിന്റുകളിലും സെയിം പ്രഷറാണ്. ആ പ്രഷർ P2 ആണെന്ന് വിചാരിക്കുക. 3 എന്ന് പറയുന്ന ആ കർവിൽ എല്ലാ പോയിന്റിലും ഒരേ പ്രഷറാണ്. ദാറ്റ് ഈസ് P3. ഓക്കെ. P1 will not be equal to P2 and will not be equal to P3. പക്ഷേ ഈ കർവിലുള്ള എല്ലാ പോയിന്റിലും ഇതിലെ പ്രഷർ P2 ആണെങ്കിൽ ഇവിടെയുള്ള പ്രഷർ P2 ആണ്, ഇവിടെയുള്ള പ്രഷർ P2 ആണ്, ഇവിടെയുള്ള പ്രഷർ P2 ആണ്. ബിക്കോസ് നമ്മൾ വരച്ചിരിക്കുന്ന ഈ ലൈൻ വരച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരേ പ്രഷറുള്ള പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ ക്ലോസ്ഡ് കർവ്സ് ഓർ ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് വിച്ച് ആർ ഇൻ ദ സെയിം പ്രഷർ. ഇതിനെയാണ് നമ്മൾ ഐസോബാർസ് എന്ന് പറയാം. ഇനി ഇവിടെ ലോ പ്രഷർ റീജിയൻ ആണെങ്കിൽ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് പ്രഷർ എന്ത് ചെയ്യും? കൂടി വരും. അപ്പം P1നേക്കാളും കൂടുതലായിരിക്കും. P3 വിൽ ബി ഗ്രേറ്റർ ദാൻ P2 വിൽ ബി ഗ്രേറ്റർ ദാൻ P1. സെൻട്രലിലുള്ള പ്രഷർ ഏറ്റവും കുറവ്, പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് പ്രഷർ കൂടി വരും അല്ലേ? അപ്പോൾ ഈ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, ഇവിടെ നിന്നുള്ള ഔട്ട്വേർഡ് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ദർ ഈസ് എ പ്രഷർ ഡിഫറൻസ്. നമ്മൾ എന്താ പറയുക? ദർ ഈസ് എ പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയാം. ഗ്രേഡിയൻറ്റ്. ഓക്കെ. മറ്റ് ഫോഴ്സുകളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ലോ പ്രഷർ റീജിയൻ വന്നു, ഇവിടെ ഹൈ പ്രഷർ റീജിയൻ വന്നു. എയർ എല്ലാം കൂടി ഇങ്ങോട്ട് റഷ് ചെയ്തിട്ട് ഈ പ്രഷർ റീജിയൻ എന്താവുന്നു? ഈ പ്രഷർ ഡിഫറൻസ് ക്യാൻസൽ ആയി പോകുന്നു. ഓക്കെ. നൗ നമുക്ക് കൊറിയോലിസ് ഫോഴ്സിൻ്റെ ഈ കേസിലുള്ള എഫക്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് ലോ പ്രഷർ റീജിയൻ ആണ്. ലോ പ്രഷർ റീജിയനിലേക്ക് സേ ഇറ്റ് ഈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. സേ വി ആർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയറിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, അതിനെന്താ സംഭവിക്കുക? അതിൻ്റെ പാത്തിന് ദാറ്റ് വിൽ ബി ഷിഫ്റ്റഡ് ടു ദ റൈറ്റ് ഓഫ് ഇറ്റ്സ് പാത്ത്. ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ടു ദ റൈറ്റ് ഓഫ് ഇറ്റ്സ് പാത്ത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കൊറിയോലിസ് ഫോഴ്സ് അല്ലേ? അപ്പോൾ ഇവിടെ അന്തരീക്ഷത്തിൽ ഇവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ഉണ്ടായി. നമ്മൾ ഈ ഐസോബാർസ് ആണ് വരച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രഷർ കുറവാണ്, ഇവിടുത്തെ പ്രഷർ ആയാലും കൂടുതലാണ്, ഇവിടുത്തെ പ്രഷർ ആയാലും കൂടുതലാണ്. ഓക്കെ. അപ്പോൾ പുറമേ നിന്ന് എയർ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് റഷ് ചെയ്യും. ഇങ്ങോട്ട് റഷ് ചെയ്ത് വരും, ലോ പ്രഷർ റീജിയനിലേക്ക് വരും. അപ്പം നോർമലി വേറെ ഫോഴ്സുകളൊന്നും ഇല്ലെങ്കിൽ നേരെ ഇതെല്ലാ ഫോഴ്സുകളും കൂടി ഇങ്ങനെ വരിക. ലോ പ്രഷർ റീജിയനിലേക്ക് ഫോഴ്സുകൾ ഇങ്ങനെ വരും. എയർ ഇങ്ങനെ വരും. ബിക്കോസ് ഓഫ് ദ പ്രഷർ ഡിഫറൻസ് നേരെ ലോ പ്രഷർ റീജിയനിലേക്ക് വരും.
ബട്ട് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് കോറിയോലിസ് ഫോഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന എയർ പാക്കറ്റ് അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ടുവേഴ്സ് ദ റൈറ്റ് ഓഫ് ഇറ്റ്സ് പാത്ത്. ഇത് പതുക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും, ഇതോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും. സോ വാട്ട് ഈസ് ദ റിസൾട്ടൻറ്റ് മോഷൻ? അതിൻ്റെ റിസൾട്ടൻറ്റ് മോഷൻ എന്തായിരിക്കും? ആസ് എ റിസൾട്ട് ദ എയർ പാക്കറ്റ് വിൽ ഫോളോ എ പാത്ത് ലൈക്ക് ദിസ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ കറങ്ങി കറങ്ങിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുക. നൗ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ദിസ് ഈസ് ദ ലോ പ്രഷർ റീജിയൻ. ഇതിലേക്ക് വരുന്ന എയർ പാക്കറ്റ് സേ ഇറ്റ് ഈസ് കർവിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ കറങ്ങിയാണ് വരുന്നതെന്ന് വിചാരിക്കുക. സോ ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇതിൽ ഓക്കെ, ഞാനൊന്ന് മാറ്റി വരയ്ക്കാം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു റീജിയനിൽ, ഓക്കെ, ലോ പ്രഷർ റീജിയൻ, എയർ ഈസ് ഫ്ലോയിങ് ലൈക്ക് ദിസ്. നമ്മുടെ നോർമൽ കമ്പോണൻറ്റ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ, ഒമേഗ ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. വെലോസിറ്റി ഈ പർട്ടിക്കുലർ പോയിന്റ് എടുക്കുകയും ആ പോയിന്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് അല്ലേ. ആ ഡയറക്ഷനിലെ ആ പോയിന്റിലെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നതോ നേരെ മുകളിലേക്ക്, ഒമേഗ ഇൻ ദിസ് ഡയറക്ഷൻ. സോ ഒമേഗ ക്രോസ് വി എന്ന് പറയുന്നത് ഏതാ, എങ്ങോട്ടായിരിക്കും? ഒമേഗയിൽ നിന്ന് വിയിലേക്ക് ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്താൽ ടിപ്പ് അഡ്വാൻസ് ചെയ്യുന്ന ഡയറക്ഷൻ. വി ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ, ഒമേഗ ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഒമേഗ ക്രോസ് വി, ഒമേഗയിൽ നിന്ന് വിയിലേക്ക് ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ടിപ്പ് വിൽ അഡ്വാൻസ് ഇൻ ദിസ് ഡയറക്ഷൻ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഡയറക്ഷനിലേക്കായിരിക്കും ടിപ്പ് അഡ്വാൻസ് ചെയ്യുന്നത്. ബട്ട് ദ കൊറിയോലിസ് ഫോഴ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദിസ്. കൊറിയോലിസ് ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും, ദിസ് ഡയറക്ഷൻ. അപ്പോൾ ഇങ്ങനെ സർക്കുലർ പാത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഏത് സാധനവും സർക്കുലർ മോഷനിലേക്ക് വരണമെങ്കിൽ ദർ ഷുഡ് ബി എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇപ്പം ലോ പ്രഷർ റീജിയനിലേക്ക് കാറ്റിങ്ങനെ എയർ പാക്കറ്റുകൾ ഇങ്ങനെ റഷ് ചെയ്ത് വരുമ്പോൾ അതൊരു സർക്കുലർ പാത്തിലേക്ക് വരുന്നു, അതൊരു സൈക്ലോൺ ആയിട്ട് ഫോം ചെയ്യുന്നു അല്ലേ. സൈക്ലോൺ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ ഈ എയർ പാക്കറ്റുകൾ ഇങ്ങനെ സർക്കുലർ പാത്തിൽ കൂടിയാണ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ടു പ്രൊവൈഡ് എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. അതുപോലെ തന്നെ ഇവിടെ കൊറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത് നേരെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ കൊറിയോലിസ് ഫോഴ്സ് ഈസ് ഇൻ ദ ഔട്ട്വേർഡ് ഡയറക്ഷൻ. ഇങ്ങോട്ടുള്ള ഡയറക്ഷനിലേക്കാണ് കൊറിയോലിസ് ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുക. അപ്പോൾ ഉള്ളിലേക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഈ പ്രഷർ ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ഫോഴ്സാണ്. അപ്പോൾ ഈ എയർ പാക്കറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മളൊരു ചെറിയ എയർ പാക്കറ്റ് ഇവിടെ വെക്കുകയാണെങ്കിൽ ഇത് സർക്കുലർ മോഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ദ കൊറിയോലിസ് ഫോഴ്സ് വിൽ ആക്ട് ഇൻ ദ ഔട്ട്വേർഡ് ഡയറക്ഷൻ ആൻഡ് ദ ഫോഴ്സ് ഡ്യൂ ടു ദ പ്രഷർ ഡിഫറൻസ് വിൽ ആക്ട് ഇൻ ദ ഇൻവേർഡ് ഡയറക്ഷൻ. അപ്പോൾ അതിന് മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ട് ഫോഴ്സുകളാണ് അവിടെ അനുഭവപ്പെടുക. ഒന്ന് കൊറിയോലിസ് ഫോഴ്സ് പുറത്തേക്കുള്ളതും ഇൻവേർഡ് ആയിട്ടുള്ളത് പ്രഷർ ഡിഫറൻസ് കൊണ്ടുള്ള ഫോഴ്സും ഈ സർക്കുലർ മോഷനിലേക്ക് വന്ന എയർ പാക്കറ്റുകളുടെ മുകളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു ലോ പ്രഷർ റീജിയൻ, ദെൻ പുറത്തേക്ക് വരുന്നതനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരുന്നു. നമ്മൾ ഇവിടെയുള്ള ഒരു ചെറിയ റീജിയൻ എടുക്കുന്നു. അപ്പോൾ ഇവിടെ വി ക്യാൻ ഡ്രോ അനദർ ഐസോബാർ ഹിയർ. സോ വി ക്യാൻ കൺസിഡർ എ സ്മോൾ റീജിയൻ ഹിയർ. ആ റീജിയൻ നമുക്കിങ്ങനെ ഇമാജിൻ ചെയ്യാം. So we can imagine a small portion of this air core, air. ഈ എയറിൽ ഒരു ചെറിയ പോർഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഈ സൈഡിലെ പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്. P1 ഈസ് ദ പ്രഷർ അറ്റ് ദിസ് പോയിന്റ്. ഇങ്ങേ സൈഡിലെ പ്രഷർ എന്ന് പറയുന്നത് P2 ആണ്. അതായത് ഈ ചിത്രം ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം ഇതേപോലെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. ഈ സൈഡിലെ പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്, ഈ സൈഡിലെ പ്രഷർ എന്ന് പറയുന്നത് P2. ദാറ്റ് P2 ഈസ് ഈക്വൽ ടു
ചെറിയ അടുത്തടുത്ത പോയിന്റുകളാണെങ്കിൽ ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് P1 പ്ലസ് ഡെൽറ്റ പി ഈസ് ദ പ്രഷർ ദർ. ഇനി ഇവിടെയുള്ള ഈ ഏരിയ, ഇതിൻ്റെ ഈ ഫേസ് ഏരിയ എന്ന് പറയുന്നത്, ദിസ് ഏരിയ ഈസ് ഈ ഏരിയ. That area is delta S. That area is S. ഈ ഏരിയ എന്ന് പറയുന്നത് എസ് ആണ്. ഈ പ്രഷർ ഡിഫറൻസ് ഉള്ള രണ്ട് ഐസോബാറുകൾ തമ്മിലുള്ള ഈ ഐസോബാറും ഈ ഐസോബാറും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ആർ ആണ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ദിസ് കറസ്പോണ്ട്സ് ടു വൺ ഐസോബാർ ആൻഡ് ദിസ് കറസ്പോണ്ട്സ് ടു അനദർ ഐസോബാർ. ഒരു ഐസോബാർ ഇവിടെയുണ്ട്, അതിൻ്റെ പ്രഷർ P1 ആണ്. അടുത്ത ഐസോബാർ ഇവിടെയുണ്ട്, അതിൻ്റെ പ്രഷർ P2 ആണ്. P2 ഈസ് P1 പ്ലസ് ഡെൽറ്റ പി. ചെറിയ പ്രഷർ ഡിഫറൻസേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു സെപ്പറേഷനാണ് ഇത് തമ്മിലുള്ള ഐസോബാറുകൾ തമ്മിലുള്ള എടുത്ത്. ദാറ്റ് സെപ്പറേഷൻ ഈസ് ഡെൽറ്റ ആർ. ഇവിടെ നമ്മൾ ഇമാജിൻ ചെയ്തത് ഇതുപോലുള്ള ഒരു ബ്ലോക്ക് ഓഫ് എയർ കൺസിഡർ ചെയ്തു. അതിൻ്റെ ഫേസ് ഏരിയ എന്ന് പറയുന്നത് എസ് ആണ്. നൗ ഈ ഫേസിൽ ഇങ്ങേ സൈഡിൽ അനുഭവപ്പെടുന്ന പ്രഷർ എന്താണ്? ആ പ്രഷർ എങ്ങോട്ടായിരിക്കും? അപ്പം നമ്മൾ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ എയർ നിറയ്ക്കുന്നു അല്ലേ? ആ ഭിത്തിയിൽ ഒരു പ്രഷറുണ്ട്. കൂടുതൽ എയർ അതിലേക്ക് നിറയ്ക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു ബലൂണിലാണ് നിറയ്ക്കുന്നതെങ്കിൽ ബലൂൺ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരും. എന്താ കാരണം? ബലൂൺ എക്സ്പാൻഡ് ചെയ്യാൻ കാരണം ഉള്ളിലുള്ള പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. കൂടുതൽ വായു അതിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ കൂടുതൽ പ്രഷർ വരുന്നു, അത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, എന്താ ഈ പ്രഷർ എന്ന് പറയുന്നത്? ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എയർ മോളിക്യൂൾസ് ഉണ്ട്. ഈ എയർ മോളിക്യൂൾസ് അതിൻ്റെ സൈഡിലേക്ക് ഭിത്തിയിലേക്ക് ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യും. It will exert a force on the walls. ഈ വാളിലെ യൂണിറ്റ് ഏരിയയിൽ അത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുക, ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഇവിടെ ഈ P1 എന്ന് പറയുന്ന ഈ റീജിയനിലുള്ള എയർ പാക്കറ്റ്, ഇവിടെയുള്ള എയർ മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഈ സർഫസിന്, ഈ ഇമാജിനറി ആയിട്ടുള്ള ഈ എയർ പാക്കറ്റിൻ്റെ മുകളിൽ ഇവിടെ കൊണ്ടുപോയിട്ട് ഹിറ്റ് ചെയ്യുന്നു. എത്ര പ്രഷറാണ് കൊടുക്കുന്നത്? P1 പ്രഷർ. ഇതിൻ്റെ ഏരിയ എന്താണ്? എസ് ആണ്. പ്രഷർ ഈസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഈ ഏരിയയിൽ ഇത് അങ്ങോട്ട് പ്രയോഗിക്കുന്ന ഫോഴ്സ്, ഇത് അങ്ങോട്ട് പോയി ഇടിക്കുമ്പോൾ ആ ഫോഴ്സ് അങ്ങോട്ടല്ലേ? സോ ഇങ്ങോട്ട് പ്രയോഗിക്കുന്ന ഫോഴ്സ്, ഈ ഏരിയയിൽ അങ്ങോട്ട് പ്രയോഗിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് P1 ഇൻറ്റു എസ് ആണ്. അതേസമയം അതിൻ്റെ അങ്ങേ സൈഡിലോ, ഈ സൈഡിൽ അവിടുത്തെ പ്രഷർ P1 പ്ലസ് ഡെൽറ്റ പി ആണ്. അവിടുത്തെ ഉള്ള എയർ മോളിക്യൂൾസ് ഈ സൈഡിലേക്ക് വന്നിങ്ങനെ ഹിറ്റ് ചെയ്യാം. അവിടെ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് P1 പ്ലസ് ഡെൽറ്റ പി ഇൻറ്റു എസ്. P1 ഇൻറ്റു ഡെൽറ്റ പി ഇൻറ്റു എസ്. അപ്പോൾ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച്, ഇവിടെ ലോ പ്രഷർ ആണെങ്കിൽ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് പ്രഷർ കൂടുക തന്നെ ചെയ്യാം. അപ്പോൾ P1 പ്ലസ് ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ P1. P1 പ്ലസ് ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ P1. ഇത് എപ്പോഴും പോസിറ്റീവ് ആണെന്നില്ല. ഡെൽറ്റ പിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇത് കുറവായിരിക്കും. പക്ഷേ ഈ കേസിൽ അടുത്ത സെൻറ്ററിലെ ലോ പ്രഷറും പുറത്തേക്ക് പോകുന്ന പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് ആയതുകൊണ്ട് ഡെൽറ്റ പിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സോ P1 പ്ലസ് ഡെൽറ്റ പി വിൽ ബി ഗ്രേറ്റർ ദാൻ P1. സോ ദർ ഈസ് ആൻ ഇൻവേർഡ് ഫോഴ്സ്. എന്താണ് ഇൻവേർഡ് ഫോഴ്സ്? നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ഏരിയ എന്തായിരിക്കും? ദാറ്റ് ഈസ് P1 പ്ലസ് ഡെൽറ്റ പി ഇൻറ്റു എസ് മൈനസ് P1 ഇൻറ്റു എസ്. That is equal to net force is equal to delta P into S. That is the net force. ഇനി രണ്ടാമത്തെ കേസിൽ that is the net inward force. Inward force is delta P into S. Net pressure force, and pressure force എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Net inward pressure force is delta P into S inward. നൗ ഈ റീജിയൻ ഒരു ലാംഡ ലാറ്റിറ്റ്യൂഡിലാണെന്ന് വിചാരിക്കുക. ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് ദ പോയിന്റ് ഈസ് ലാംഡ.
ലോ പ്രഷർ റീജിയൻ ഉണ്ടാവുന്നത് ലാംഡ ലാറ്റിറ്റ്യൂഡിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, സേ ദിസ് ഈസ് എർത്ത്, സെൻറ്റർ ഇതിങ്ങനെ ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത്. ലൈൻ വരയ്ക്കുന്നു, ഇവിടെ ഒരു പോയിന്റ് പി എടുക്കുന്നു, പിയിലേക്ക് ഇങ്ങനെ ലൈൻ വരയ്ക്കുന്നു. ദിസ് ലൈൻ ഈസ് ലാംഡ, ദിസ് ഈസ് axis of rotation, omega angular velocity, n is north pole is this, south pole is this. Okay, അപ്പോൾ ഇവിടെ നോർമൽ കമ്പോണൻ്റ് ഓഫ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ സൈൻ ലാംഡ. ഓക്കെ, ഇവിടെ വി വെലോസിറ്റിയോട് കൂടി പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ അനുഭവപ്പെടുന്ന കൊറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -2m ഇൻറ്റു ഒമേഗ വി ഇൻറ്റു സൈൻ ലാംഡ. സോ ഒമേഗ സൈൻ ലാംഡ ആണ് ആംഗുലർ വെലോസിറ്റി. സോ ഒമേഗ ക്രോസ് വി ഇൻ്റെ വാല്യൂ ഒമേഗ. ഓക്കെ, നോർമൽ കമ്പോണൻ്റ് ഓഫ് ആംഗുലർ വെലോസിറ്റി ഇസ് ഒമേഗ സൈൻ ലാംഡ. ഒമേഗ സൈൻ ലാംഡയും വെലോസിറ്റി ഈ കേസിൽ പെർപെൻഡിക്കുലർ ആണ്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് വിൽ നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ കൊറിയോലിസ് ഫോഴ്സ് വെൻ ദ പാർട്ട് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് ആംഗുലർ വെലോസിറ്റി വിൽ നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ Coriolis force because the air packets are moving parallel to the earth surface. അപ്പോൾ ഇവിടെ -2m ഒമേഗ വി സൈൻ ലാംഡ എന്നുള്ളതാണ് കൊറിയോലിസ് ഫോഴ്സ്. അതിൻ്റെ ഡയറക്ഷൻ ഈ മൈനസ് എന്ന് പറയുന്നത് ഇത് ഇഫ് ദിസ് ഈസ് ഇൻ ദ ഔട്ട്വേർഡ് ഡയറക്ഷൻ, പ്രഷർ എന്ന് പറയുന്നതോ ഇൻവേർഡ് ഡയറക്ഷൻ. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ഡെൽറ്റ പി ഇൻറ്റു എസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻ ദ ഇൻവേർഡ് ഡയറക്ഷൻ. നെറ്റ് ഫോഴ്സ് ഈസ് ഇൻ ദ ഇൻവേർഡ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ there is a Coriolis force in the outward direction and a pressure force in the inward direction. So what is the net force on this? Net force on the air packet is delta P into S minus 2m into ഒമേഗ വി സൈൻ ലാംഡ എന്ന് കിട്ടും നെറ്റ് ഫോഴ്സ്. ഇതിങ്ങനെ ഈ സർക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ, ആർ റേഡിയസ് ഉള്ള സർക്കിൾ പാത്തിൽ കൂടിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, സോ ദിസ് ഫോഴ്സ് വിൽ പ്രൊവൈഡ് ദ റിക്വയർഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r. വി വെലോസിറ്റിയോട് കൂടി ആർ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ പാത്തിൽ കൂടിയാണ് ഇത് മൂവ് ചെയ്യുന്നതെങ്കിൽ mv²/r will be equal to delta p into s minus 2m omega v sin lambda. So that is this equation. mv²/r is equal to delta p into s into minus 2. Okay. That is the equation. ഇനി നമ്മുടെ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഈ ലോ പ്രഷർ റീജിയൻ്റെ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഈ പ്രഷർ ഡിഫറൻസ് എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. ഡെൽറ്റ പിൻ്റെ വാല്യൂ കുറഞ്ഞു 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 വരും. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുമ്പോഴേക്കും ഡെൽറ്റ പിൻ്റെ വാല്യൂ വളരെ ചെറുതാവും. പ്രഷർ ഗ്രേഡിയൻറ്റിൻ്റെ വാല്യൂ വളരെ വളരെ ചെറുതാവും. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് അനുഭവപ്പെടുന്ന ആ റീജിയനിലേക്ക് ആകുമ്പം ഇറ്റ് വിൽ നോ ഈ സെൻറ്ററിലേക്കുള്ളൊരു സെൻട്രിപെറ്റൽ ഫോഴ്സ്. Okay, we can replace it in another way. You can write it in another way. Okay. So mv²/r is equal to delta p into s into minus 2m into omega sin lambda. നമുക്ക് ഇതിനോട് ചെറുതായിട്ട് മാറ്റി എഴുതാം. v²/r is equal to delta p into s by m മൈനസ് ഈ എമ്മിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു എം വരും. ഈ എമ്മും ഇവിടെ വരുന്ന എമ്മുകൾ ക്യാൻസൽ ആയി പോകും. മൈനസ് 2v ഒമേഗ സൈൻ ലാംഡ. ഈ എമ്മിനെ നമുക്ക് വേറെ വിധത്തിൽ എഴുതാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഡെൽറ്റ ആർ തിക്നെസ് ഉള്ള ഒരു എയർ പാക്കറ്റാണ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തത്. അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വോളിയം എന്തായിരിക്കും? ഡെൽറ്റ ആർ ഇൻറ്റു എസ്. ഈ എയർ പാക്കിൻ്റെ ഡെൻസിറ്റി W ആണെങ്കിൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്ത് എഴുതാം നമുക്ക്?
W ഇൻറ്റു S ഇൻറ്റു ഡെൽറ്റ ആർ എന്ന് എഴുതാം. അതായത് നമ്മൾ അസ്യൂം ചെയ്ത എയർ പാക്കറ്റിൻ്റെ സർഫസ് ഏരിയ എസ്സും ക്രോസ് സെക്ഷണൽ ഏരിയ എസ്സും അത് തമ്മിലുള്ള പ്രഷർ ഐസോബാറുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ഡെൽറ്റ ആറുമാണെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എസ് ഇൻറ്റു ഡെൽറ്റ ആർ ആയിരിക്കും. എസ് എന്ന് പറയുന്നത് ഈ ചെരിഞ്ഞ സർഫസിൻ്റെ കേട്ടോ, ഈ ചെരിഞ്ഞ സർഫസിൻ്റെ ഏരിയ. ഓക്കെ, അത് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ആറും ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എസ് ഇൻറ്റു ഡെൽറ്റ ആർ ആയിരിക്കും. എസ് ഇൻറ്റു ഡെൽറ്റ ആർ. അതിന് വോളിയത്തെ ഡെൻസിറ്റി കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാസ് ഗുണിച്ചു കഴിഞ്ഞാൽ മാസ് കിട്ടും. സോ എം എന്ന് പറയുന്നതിനെ നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് എന്ത് എഴുതാം? വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. വി സ്ക്വയേർഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഇൻറ്റു എസ് ഡിവൈഡഡ് ബൈ എന്തായിരുന്നു എസ് ഇൻറ്റു ഡെൽറ്റ ആർ ഇൻറ്റു ഡബ്ല്യു. എസ് ഇൻറ്റു ഡെൽറ്റ ആർ ഇൻറ്റു ഡബ്ല്യു മൈനസ് 2v ഒമേഗ സൈൻ ലാംഡ. അപ്പോൾ അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു എസ് ഉണ്ട്, ഇവിടെ ഒരു എസ് ഉണ്ട്, ക്യാൻസൽ ആയി പോകും. സോ വി സ്ക്വയേർഡ് ബൈ ആർ ഇസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ആർ മൈനസ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി. ഈ സെപ്പറേഷൻ വളരെ ചെറുതാണെങ്കിൽ ഡെൽറ്റ ആർ ഈസ് ടെൻഡിങ് ടു 0, വളരെ വളരെ അടുത്തടുത്ത പ്രഷർ പോയിന്റുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഡെൽറ്റ ആർ ഈസ് ടെൻഡിങ് ടു 0, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ആറിനെ നമുക്ക് എന്ത് എഴുതാം? ഡി പി ബൈ ഡി ആർ എന്ന് എഴുതാം. സോ ദിസ് ഇക്വേഷൻ ക്യാൻ ബി, വി ഒബ്റ്റെയിൻ ദിസ് ഇക്വേഷൻ വി സ്ക്വയേർഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു ദിസ്. വി സ്ക്വയേർഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ 1 ബൈ ഡബ്ല്യു ഡി പി ബൈ ഡി ആർ. V squared by r is equal to 1 by w dp by dr minus 2v omega sin lambda. V squared by r is equal to 1 by w dp by dr minus 2v omega sin lambda. Now, ഈ dp by dr എന്ന് പറഞ്ഞാൽ എന്താ? It is called the pressure gradient. ഒരു ചെറിയ ഡിസ്റ്റൻസ് വ്യത്യാസം വരുമ്പോഴേക്കും പ്രഷറിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് ഡി പി ബൈ ഡി ആർ. അപ്പോൾ ഇവിടെ ഒരു ലോ പ്രഷർ റീജിയൻ ആണെങ്കിൽ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഡി പി ബൈ ഡി ആറിൻ്റെ വാല്യൂ എന്താ ചെയ്യുക? പ്രഷർ ഇൻക്രീസ് ചെയ്യുക. ഡി പി ബൈ ഡി ആർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ഡി പി ബൈ ഡി ആറിൻ്റെ വാല്യൂ പോസിറ്റീവാണ് അല്ലേ? ഓക്കെ, പക്ഷേ അടുത്തടുത്ത രണ്ട് ഈ പോയിന്റും ഈ പോയിന്റും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എത്രയാണോ അതിനേക്കാളും കുറഞ്ഞ പ്രഷർ ഡിഫറൻസ് ആണ് കുറച്ചും കൂടി പുറത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാവുക. വേറെ വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റീജിയനിൽ ലോ പ്രഷർ റീജിയൻ ഉണ്ടാവുന്നു. ലോ പ്രഷർ റീജിയൻ്റെ സെൻറ്ററിൽ നിന്ന് പുറത്തേക്ക് സഞ്ചരിക്കുമ്പോഴേക്കും പ്രഷറിൻ്റെ വാല്യൂ വ്യത്യാസം കൂടി വന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുമ്പോഴേക്കും എല്ലാ പോയിന്റിലെയും പ്രഷർ എന്താവും? സെയിം ആവും. ദിസ് എ ലോ പ്രഷർ റീജിയൻ. ഐസോബാറുകൾ ഇങ്ങനെ വരയ്ക്കുന്നു. പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തിക്കഴിയുമ്പോഴേക്കും എല്ലാ പോയിന്റിലെയും പ്രഷർ എന്താവും? ഏകദേശം സെയിം ആവും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡി പി ബൈ ഡി ആർ എടുത്തു കഴിഞ്ഞാൽ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പ്രഷർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഡി പി ബൈ ഡി ആർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ വളരെ വളരെ ചെറുതായിരിക്കും. നിയർ ദ സെൻറ്റർ ഓഫ് ദ ലോ വേർ ദ പ്രഷർ ഗ്രേഡിയൻറ്റ് ഡി പി ബൈ ഡി ആർ ഈസ് ലാർജ്, wind velocities are highest. Far from the center, v squared by r is small and can be neglected. ഈ പ്രഷർ ഗ്രേഡിയൻറ്റ് വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെലോസിറ്റി വി സ്ക്വയേർഡ് ബൈ ആർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ്? വളരെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ വളരെ പുറത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഈ വെലോസിറ്റി ഓഫ് ദ എയർ പാക്കറ്റ് എന്ന് പറയുന്നത് ഉള്ളിലേക്ക് വരുന്ന ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന എയർ പാക്കറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും അറ്റ് ഫാർ ഡിസ്റ്റൻസ് ഫ്രം ദി ലോ പ്രഷർ റീജിയൻ. അപ്പോൾ നമുക്ക് വി സ്ക്വയർഡ് ബൈ ആറിൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് എന്താ ഉള്ളത്? 1 ബൈ ഒമേഗ ടി പി ബൈ ഡി ആർ മൈനസ് 2v ഒമേഗ സൈൻ ലാംഡ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് സൈഡിലേക്ക് ഇസ് ഈക്വൽ ടു 0, വി സ്ക്വയർഡ് ബൈ ആർ ഈസ് 0.
So we can write 2v omega sin lambda എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുക, ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുക. സോ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വെലോസിറ്റി. v is equal to 1/2 omega sin lambda into 1 omega dp by dr. So we will get the expression for velocity like this. At points far away from the low pressure region, we can write the velocity of the wind speed, velocity of the air packets will be v is equal to 1/2 omega sin lambda into 1 omega dp by dr. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതായത് ലോ പ്രഷർ റീജിയനിൽ നിന്ന് അകലെയുള്ള പോയിന്റുകളിലാണ് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിൻഡ് വെലോസിറ്റി വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു സൈക്ലോണിൻ്റെ ഉള്ളിലെ സെൻറ്ററിൽ നിന്ന് അകന്ന പോയിന്റുകളിലെ വിൻഡ് വെലോസിറ്റി നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. Okay, you see this. The density of air at sea level is 1.3 kilogram per meter cube. അതായത് നമ്മൾ W നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ വെച്ചിരിക്കുന്ന ഡബ്ല്യുവിൻ്റെ വാല്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഡബ്ല്യുവിൻ്റെ വാല്യൂ ഈ എക്സ്പ്രഷനിലെ ഡബ്ല്യുവിൻ്റെ വാല്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. Now atmospheric pressure is dp by dt. Atmospheric pressure is 1 atmosphere is 10⁵ Newton per meter square. 10⁵ bars എന്ന് പറയും. dp by dr എന്ന് പറയുന്നത് നമ്മൾ വെതർ മാപ്പുകൾ നോക്കിക്കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. Far from the high or low level, the typical gradient is 3 millibars at over 100 kilometers. ഏകദേശം സെൻറ്ററിൽ നിന്ന് ലോ പ്രഷർ റീജിയൻ്റെ അല്ലെങ്കിൽ ഹൈ പ്രഷർ റീജിയൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ dp by dr വാല്യൂ നമുക്ക് കിട്ടുന്നത് 3 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർഡ് ആണ് സാധാരണഗതിയിൽ കിട്ടുന്നത്. അപ്പോൾ dp by dr വാല്യൂ dp by dr is equal to 3 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W എന്ന് പറയുന്നത് എയർ പ്രഷറാണ്, എയർ ഡെൻസിറ്റിയാണ്. എയർ ഡെൻസിറ്റി നമുക്കറിയാം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലാറ്റിറ്റ്യൂഡിൽ 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ ആ വിൻഡിൻ്റെ സ്പീഡ് എന്തായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒമേഗ നമുക്കറിയാം, ആംഗുലർ വെലോസിറ്റി ഓഫ് ദി എർത്ത്. എന്താ ആംഗുലർ വെലോസിറ്റി എന്താണ്? 24 മണിക്കൂർ കൊണ്ടാണ് എത്ര ഡിഗ്രി കറങ്ങുന്നത്? 2π റേഡിയൻസ്, 360 ഡിഗ്രി എർത്ത് സ്വന്തം ആക്സിഡൻറ്റിൽ കറങ്ങുന്നത്. സോ അതിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആംഗിൾ ടേൺഡ് ഡിവൈഡഡ് ബൈ ടൈം. സോ ഒമേഗ ഈസ് ഈക്വൽ ടു 2π റേഡിയൻ ഡിവൈഡഡ് ബൈ 24 hours എന്ന് പറഞ്ഞാൽ 24 × 60 minutes × 60 seconds. ഇതാണ് നമ്മുടെ എർത്തിൻ്റെ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ടേക്കൺ ലൈക്ക് ദിസ്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി ഓഫ് ദി എയർ പാക്കറ്റ് ഈസ് 22 m/s എന്ന് കിട്ടും. ദാറ്റ് ഈസ് 50 miles/hour. ഇനി നമുക്ക് ഒരു വലിയ കൊടുങ്കാറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലുള്ള എയർ പ്രഷർ എന്ന് പറയുന്നത്, പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഏകദേശം 30 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് വരും. 30 × 10⁻³ വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം വി വിൽ ഗെറ്റ് കുറച്ചും കൂടി ഹൈ ആയിട്ടുള്ള വാല്യൂ കിട്ടും. പക്ഷേ ഈ ഇക്വേഷൻ നമുക്ക് സെൻറ്ററിലേക്കുള്ളത് ഉപയോഗിക്കാൻ കഴിയില്ല. ദിസ് ഈസ് ഫോർ എയർ പാക്കറ്റ്സ് മച്ച് ഫാർ അവേ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി ലോ പ്രഷർ റീജിയൻ ഓർ ഹൈ പ്രഷർ റീജിയൻ. സെൻറ്ററിലുള്ള കാണണമെങ്കിൽ നമ്മൾ ദിസ് ആക്ച്വലി എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓഫ് വി. വിയുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ax² + bx + c is equal to 0. This is a quadratic equation. അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? x is equal to -b ± √b² - 4ac by 2a. So this is the. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഇതേപോലെ മാറ്റി എഴുതുക, എന്നിട്ട് ഇതേപോലെ അതിൻ്റെ സൊല്യൂഷൻ കാണാൻ ശ്രമിക്കുക. സോ യു വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ ആസ് വിയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് യു വിൽ ഗെറ്റ് ഇറ്റ് ലൈക്ക് ദിസ്.
അപ്പോൾ ഇതിലൊക്കെ ഈ പ്രഷർ ഗ്രേഡിയൻ്റ് dp/dr ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ 30 × 10⁻³ Nm3 dp/dr കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 100 miles/hour ആണ്. 100 കിലോമീറ്റർ അല്ല, 100 miles/hour വേഗതയിലാണ് കാറ്റ് ദിശ സൈക്ലോണിൽ 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ. ഓക്കെ, 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. 20 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ ഇതാണ് എടുക്കുക. 45 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ ഇറ്റ് വിൽ ബി മോർ. ഇപ്പോൾ ലാംഡയുടെ വാല്യൂ ഇറ്റ് വിൽ ബി ലെസ്. ഇപ്പോൾ സൈൻ ലാംഡയുടെ വാല്യൂ കുറയുമ്പോൾ നെഗറ്റീവ് സൈൻ ആണല്ലോ, സോ ഇറ്റ് വിൽ ബി ലെസ്. ഓക്കെ, ഇതാണ് ലോ പ്രഷർ റീജിയനിൽ എയർ പാക്കറ്റ് മുകളിൽ കൊറിയോലിസ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദ ഔട്ട്വേർഡ് ഡയറക്ഷൻ, പക്ഷേ പ്രഷർ ഫോഴ്സ് വിൽ ബി ഇൻ ദ ഇൻവേർഡ് ഡയറക്ഷൻ. നേരെ തിരിച്ചൊരു ഹൈ പ്രഷർ റീജിയനിലാണെങ്കിൽ ഇത് നേരെ തിരിഞ്ഞു വരും. കൊറിയോലിസ് ഫോഴ്സ് വിൽ ബി ആക്ടിങ് ടുവേഴ്സ് ദ സെൻറ്റർ ആൻഡ് പ്രഷർ ഫോഴ്സ് വിൽ ബി ഇൻ ദ ഔട്ട്വേർഡ് ഡയറക്ഷൻ. ഹൈ പ്രഷർ റീജിയനിലാണെങ്കിൽ എന്താ, സെൻറ്ററിൽ ഹൈ പ്രഷർ, പുറത്തേക്ക് പോകുന്നതനുസരിച്ച് പ്രഷർ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെയുള്ള പ്രഷർ P1, ഇവിടെയുള്ള പ്രഷർ P1 + ΔP ആണെങ്കിൽ P1 ഈസ് ഗ്രേറ്റർ ദാൻ P1 + ΔP അല്ലേ? അപ്പോൾ ഇവിടെ ഹൈ പ്രഷർ, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഹൈ പ്രഷറും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലോ പ്രഷറും ഉണ്ടാവുക. സോ ഇറ്റ് വിൽ ഫ്ലോ ഇൻ ദ ഔട്ട്വേർഡ് ഡയറക്ഷൻ. ആ കേസിൽ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദ ഔട്ട്വേർഡ് ഡയറക്ഷൻ, പക്ഷെ കൊറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത് സെൻറ്ററിലേക്കായിരിക്കും. എന്താ നോക്കുക, നമുക്ക് ഹൈ പ്രഷർ റീജിയൻ ആണെങ്കിൽ വായു പുറത്തേക്കാണ് പോവുക. പുറത്തേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുക, ഇറ്റ് വിൽ ബി ടേൺഡ് ടു ദ റൈറ്റ് ഓഫ് ഇറ്റ്സ് പാത്ത്. ഇതിൻ്റെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. സേ ഇറ്റ് ഈസ് ഷിഫ്റ്റഡ് ഇൻ ദിസ് ഡയറക്ഷൻ. സോ ഇതിങ്ങനെ കറങ്ങുക ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആംഗുലർ വെലോസിറ്റിൻ്റെ ഡയറക്ഷൻ എന്താണ്, ആംഗുലർ വെലോസിറ്റി ഈസ് ഓൾവേസ് ഇൻ ദിസ് ഡയറക്ഷൻ. Omega is in this direction. Velocity is in this direction. Omega cross VR. Omega cross VR is in this direction, outward direction. So Coriolis force is minus omega cross VR. So it will be towards the opposite direction. Radially outward direction alla, in the opposite direction karikkum Coriolis force act here. Coriolis force will be towards the center. Okay, you read these sections, and if you have any doubt, you can ask.